വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കുകയാണ്. എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം നടത്തിയാണ് നവാഗതരെ വരവേൽക്കുന്നത്. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രവേശനോത്സവത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളാണ് നടക്കുന്നത്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, പറഞ്ഞ പോലെ തന്നെ ഒരു 2 മാസത്തെ വേനലവധിക്ക് ശേഷമാണ് നാളെ പ്രവേശനോത്സവം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ഒരു പ്രവേശനോത്സവം കൂടിയാണ്. എങ്ങനെയാണ് അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുന്നത്? അമ്പിളി, സ്കൂൾ പ്രവേശനത്തിൻ്റെ ആ ഒരു അവസാനഘട്ട ഒരുക്കങ്ങളാണ് പുരോഗമിച്ചുകൊണ്ട് സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്താണ് നടക്കുന്നത്. സ്വാഭാവികമായും അതിൻ്റെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളും പരിപാടികളൊക്കെ തന്നെ തിരുവനന്തപുരത്ത് സജ്ജീകരിച്ചിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഉള്ളത് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന ആ സ്കൂളിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ നാളെ നടക്കാനിരിക്കുന്ന പരിപാടിയുടെ അതിൻ്റെ ഒരു റിഹേഴ്സൽ പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. അവിടെ കുട്ടികൾ തന്നെയാണ് നാളത്തെ പരിപാടിക്ക് കോമ്പയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്. ഒപ്പം പുതിയതായി വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, അക്ഷരം കുറിച്ച് വരുന്ന പുതിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുമുണ്ട്. എന്നാലും സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഇപ്പോൾ നമ്മോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മോട് പങ്കുവയ്ക്കും. സാർ, പുതിയ കുട്ടികൾ നാളെ വരികയാണ്. 2 മാസത്തെ അവധിക്ക് ശേഷമാണ് പുതിയൊരു അധ്യയന വർഷം തുടക്കമാകുന്നത്. എന്തെല്ലാം തരത്തിലുള്ള ഒരുക്കങ്ങൾ ഇത്തവണ നോക്കിയിരിക്കുന്നത്? അതായത് ഒരു സ്കൂൾ പ്രവേശനോത്സവത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഞങ്ങളിവിടെ സജ്ജീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ അവലോകന യോഗങ്ങളൊക്കെ കൂടി വിവിധ കമ്മിറ്റികൾ എടുത്തു. ആ ഓരോ കമ്മിറ്റികളിലും ഓരോ ചുമതലകൾ വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്കൂളും പരിസരവും ഒക്കെ വൃത്തിയാക്കി, ക്ലാസ് മുറികളെല്ലാം അലങ്കരിച്ചു. എല്ലാം വളരെ ഭംഗിയായിട്ട് ചുമതലയേറ്റവരെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നാളെ പ്രധാനമായിട്ടും മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി വന്നിരുന്നാൽ ഉടനെ തന്നെ സ്റ്റേജിൽ നമ്മുടെ പ്രവേശനോത്സവ ഗാനമുണ്ട്. ആ ഗാനം അവിടെ പ്ലേ ചെയ്യും. അതിനോടൊപ്പം അനുബന്ധിച്ച് തന്നെ കുട്ടികൾ, നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികൾ തന്നെ ആ പ്രവേശനോത്സവം ഗാനം വളരെ സിനിമാറ്റിക് സ്റ്റൈലിൽ തന്നെ അത് അവിടെ അവതരിപ്പിക്കും. അതിനുശേഷമായിരിക്കും ഉദ്ഘാടനങ്ങൾ നടത്തുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം പിന്നെ മുഖ്യമന്ത്രി പോയതിനു ശേഷം വിദ്യാഭ്യാസ മന്ത്രി, മറ്റു മന്ത്രിമാരും ഇവിടെ തൊട്ടടുത്തുള്ള 1ാം ക്ലാസ്സും അതുപോലെ തന്നെ പ്രീ പ്രൈമറി ക്ലാസ്സും ഉണ്ട്. ആ ക്ലാസ്സുകൾ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകളിൽ പോയി കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുകയും അവർക്ക് സീറ്റ്സ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 100ഓളം ബാഗും അതുപോലെ തന്നെ പഠനോപകരണങ്ങളും ഒക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. ആ ബാഗിനകത്ത് വേണ്ട ആവശ്യമായിട്ടുള്ള അവരുടെ കുട, നോട്ട് ബുക്ക്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, പെൻസിൽ, പേന എല്ലാം അതിനകത്തുണ്ടായിരിക്കും. അത് മുഖ്യമന്ത്രി ഏതാനും കുട്ടികൾക്ക് അത് സ്റ്റേജിൽ വെച്ച് തന്നെ വിതരണം ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം 100ഓളം കുട്ടികൾക്ക് സ്റ്റേജിൻ്റെ മുമ്പിൽ വെച്ച് അവിടെ കസേരയിൽ അവരെ ഇരുത്തിയിട്ട് അവർക്ക് ഓരോന്നും കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഒരുപാട് സർക്കാരിൻ്റെ ഏജൻസികൾ, സ്ഥാപനങ്ങൾ ധാരാളം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇപ്പം മിൽമയുടെ തന്നെ ധാരാളം പ്രോഡക്റ്റുകൾ കുട്ടികൾക്ക് സൗജന്യമായിട്ട് നാളെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീഡ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ PTA വകയായിട്ട് ലഡു വിതരണം ഉണ്ട്. എല്ലാ കുട്ടികൾക്കും 2500ഓളം കുട്ടികളുണ്ട്. വരുന്ന എല്ലാ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും കൊടുക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അധ്യാപകരെയും ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഞാൻ 2022 ഈ സ്കൂളിൽ പ്രിൻസിപ്പളായിട്ട് വരുന്നത്. അതിനുശേഷം ആദ്യമായിട്ടാണ്, 2022 ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ എക്സൈറ്റഡ് ആണ്, വലിയ സന്തോഷത്തിലാണ്. മാത്രമല്ല, പങ്കെടുക്കുന്ന മന്ത്രിമാരെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്ന മന്ത്രിമാരായതുകൊണ്ട് നമുക്കൊരു ഭയാശങ്കയില്ലാതെ നമുക്ക് ഈ പരിപാടി പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതും വലിയൊരു കാര്യമാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കുട്ടികൾക്കെല്ലാം വളരെ ആവേശമായിരിക്കും മുഖ്യമന്ത്രി നമ്മുടെ സ്കൂളിൽ വരിക എന്ന് പറയുന്നത് തന്നെ. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും റെഡിയാണ്. ഇവിടെ എല്ലാം സജ്ജമാണ്. ഇത്തരത്തിൽ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ വരുന്ന കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള സജ്ജീകരണങ്ങൾ, ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ പ്രത്യേകമായും തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ സ്കൂളിന്റെ ക്ലാസ് മുറികൾ, 2 പ്രധാനപ്പെട്ട ക്ലാസ് മുറികൾ, അതിൽ ബലൂണുകൾ, ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള ചിത്രങ്ങളൊക്കെ തന്നെ വരച്ച് അതിൻ്റെ മോടി പിടിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ടീച്ചർമാർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആവേശത്തോടു കൂടി പുതിയ കുട്ടികളെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പരിപാടികൾ. അവരുടെ ഈ ഒരു ദിവസം, നാളെ നടക്കാനിരിക്കുന്ന ആ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, അത് അവരുടെ ജീവിതത്തിൽ എന്നും ഓർക്കാൻ തക്കവണ്ണം ആ നിലയ്ക്ക് അത്രമാത്രം മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, ശ്രമങ്ങളൊക്കെ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനവട്ട ഒരുക്കങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഈ സ്റ്റേജിലാണ് നാളെ ഈ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുക. ഈ കുട്ടികൾ ഇവർ തന്നെയാണ് ഇതിൻ്റെ കോമ്പയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള കുറേ നമ്മൾ വരുന്ന മണിക്കൂറുകളായി തന്നെ അവരതിൻ്റെ പരിശീലനത്തിലാണ്.
അതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അങ്ങനെ ഏറ്റവും നാളത്തെ പരിപാടി ഏറ്റവും മനോഹരമാക്കുക, ഏറ്റവും അവരുടെ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്ന രീതിയിൽ തന്നെ ആക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ പണ്ട് കാലത്തെ ഒരു സ്കൂൾ പ്രവേശനം പോലെ ഒന്നും തന്നെ അല്ല എന്നുള്ളത് എടുത്തു പറയണം. കാരണം ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള കസേരകളൊക്കെ ഇട്ട് അവിടേക്ക് കുട്ടികളെ ആനയിക്കുന്ന ഒരു രീതി അത് ഈ ഒരു അടുത്ത കാലത്ത് മാത്രമാണ്. പണ്ട് കുട്ടികളെ ഓടിച്ചിട്ട് പിടിച്ച് സ്കൂളിൽ കൊണ്ട് ചേർക്കുന്ന ഒരു രീതികളും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ സ്കൂൾ പ്രവേശനം അത് പറയുന്നത് പോലെ തന്നെ ഏറ്റവും ഉത്സവകരമായ രീതിയിൽ തന്നെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാളത്തേക്കുള്ള പരിപാടികളിലാണോ? അതെ. എങ്ങനെയാണ് നാളത്തെ നമ്മുടെ ഈ പിള്ളേരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്? എല്ലാം പൂർത്തിയായിട്ടുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അധ്യാപകരും കുഞ്ഞുങ്ങളും എല്ലാവരും നാളത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് റെഡിയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ക്ലാസ് മുറികളൊക്കെ ഗംഭീരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ ഈ ക്ലാസ് മുറികൾ ഉൾപ്പെടെ അലങ്കരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ വാതിക്കൽ ഈ ബലൂണുകൾ, ഒപ്പം തന്നെ തോരണങ്ങൾ, ഒപ്പം ഈ ഗ്ലാസുകൾ ഉൾപ്പെടെ ഈ നമ്മുടെ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉൾപ്പെടെ അത് അലങ്കാര വസ്തുക്കളാക്കിക്കൊണ്ട് ദൃശ്യങ്ങൾ കാണാം നമുക്ക്. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കുകയാണ്. അതിന് എല്ലാ വിദ്യാലയങ്ങളും, സംസ്ഥാനത്തെ ഒരു വിദ്യാലയം മാത്രമല്ല എല്ലാ വിദ്യാലയങ്ങളും ആ പ്രവേശനോത്സവത്തിൻ്റെ അവസാനവട്ട ഒരുക്കത്തിലാണ്. സംസ്ഥാനതല പ്രവേശനോത്സവം നടക്കുന്നത് തിരുവനന്തപുരം പട്ടം ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുക. പ്രവേശനോത്സവത്തിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങൾ ആ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള വിശദാംശങ്ങളാണ് എബി ജോൺ തോമസ് നൽകിയത്.